ഹലോ, ഗുഡ് ഈവനിങ് എല്ലാവർക്കും. നമ്മൾ മൂന്നാർ വന്ന പിറ്റേ ദിവസം കേട്ടോ ഇത്. രാവിലെ 4 മണിക്ക് എണീറ്റ് ഒരു സ്ഥലത്ത് കറങ്ങാൻ പോവുക. എവിടെയെന്നറിയോ? കൊടുക്കുമല്ല. തലേ ദിവസം തന്നെ ജീപ്പൊക്കെ ബുക്ക് ചെയ്തു. കൂടെ വേറൊരു കപ്പിൾ കൂടെ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ സ്ഥലത്തെത്തി. ഇവിടെയാണ് ജീപ്പ് എല്ലാം കൂടെ പാർക്ക് ചെയ്തിട്ട് നമ്മളിനി മുകളിലേക്ക് നടന്നാൽ പോകേണ്ടത്. നമ്മുടെ ഡ്രൈവർ പറയുക 6:30 ആകുമ്പോൾ തിരിച്ച് ഇവിടെ വരണമെന്ന്. നടന്ന് മുകളിലെത്തിയപ്പോൾ അതാ സൂര്യൻ പൊങ്ങി വന്നിട്ടൊന്നുമില്ല. പക്ഷെ കുഞ്ഞു മലയുടെ മുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ലൈറ്റൊക്കെ വന്ന് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നത്. ഞാൻ മാത്രമല്ല, ജോബിനും കുഞ്ഞുവാവയും ഞങ്ങൾ 3 ആളും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വേണം. കുറേ നേരം അവിടെ തന്നെ നിന്നു. പക്ഷെ നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മളെത്തി കുറേ നേരമായിട്ടും ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. കുറച്ച് അപ്പുറം മാറി ജാഗ്വർ പാറ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ ഒട്ടും പറ്റില്ല. കാരണം ഒരു ചെറിയ വഴിയാണ്. നമ്മളിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നടന്ന് താഴേക്ക് ഇങ്ങനെ പോകണം. കണ്ടോ ആളുകൾ നിൽക്കുന്നത്? പക്ഷെ അങ്ങോട്ടേക്ക് റിസ്ക് എടുത്ത് പോകാൻ, അതും ഈ കുഞ്ഞിനെ കൊണ്ട് പോകുന്ന ഭയങ്കര പാടായിരുന്നു. ഞങ്ങൾ 2 ആളും മുകളിൽ തന്നെ നിന്ന് അവക്കുട്ടനോട് പറഞ്ഞു, ഇതാ ബോൾ പോലത്തെ കുഞ്ഞ് സണ്ണ് പൊങ്ങി വരുന്ന കാണിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അവക്കുട്ടനെ സണ്ണൊക്കെ കാണിച്ചു കൊടുത്തു. സൺറൈസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഈ നടന്നു പോകുന്നതിൻ്റെ അപ്പുറത്തെ വശത്ത് വേറൊരു ചരിവ് പോലെ കേട്ടോ. അവിടെ ആ ഭാഗം കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ താഴേക്ക് നടന്നു വരിക. അവക്കുട്ടൻ നടന്ന് മടുത്തുകൊണ്ട് പപ്പയുടെ തോളത്ത് കയറിയിരുന്നു. പിന്നെ കുറച്ച് പൂവൊക്കെ പറിച്ചു, കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഈ ജീപ്പിലുള്ള യാത്ര ഭയങ്കര, അതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട യാത്ര തന്നെയാണ് കേട്ടോ. ഇങ്ങനെ കുലുങ്ങി ഒരു തവണ ഞാൻ തെറിച്ചൊക്കെ പോയായിരുന്നു. പിന്നെ കുഞ്ഞിനെ ജോബിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാനങ്ങ് മാറിയിരുന്നു. പോണ വഴിക്ക് ഡ്രൈവർ പറയാം, ആ മലയിൽ കഴിഞ്ഞ ആഴ്ച ഒരു പുലി ഇറങ്ങിയെന്ന്, എന്നിട്ടൊരു ആടിനെ പിടിച്ചു അത്ര. അബുക്കുട്ടന് അത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോഴും ഈ വീഡിയോ കാണുമ്പോൾ എന്നോട് പറയും, മമ്മ പുലിയുണ്ട് മലയിൽ. അങ്ങനെ ലൈഫിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സൺറൈസ് കണ്ട് അബുക്കുട്ടൻ്റെ ഫേവറേറ്റ് ജീപ്പ് യാത്രയൊക്കെ അവസാനിപ്പിച്ച് നമ്മളങ്ങനെ ഹോട്ടലിൽ തിരിച്ചെത്തി. അല്ല, എത്ര വണ്ടിയാണ് നമ്മുടെ വണ്ടി? അയാൾ നല്ല സ്ലോയിലാണ് പോയത്. മാക്സിമം നമ്മൾ എത്ര വണ്ടി ഓവർടേക്ക് ചെയ്തു? നമ്മൾ പോകുമ്പോൾ ഈ റോസ് വിരിഞ്ഞാൽ മതിയായിരുന്നു ഫുള്ള്. അല്ല കാണാൻ. എടാ നീ വിരിയോ നമ്മൾ പോകുമ്പോൾ? ഞങ്ങൾ പോകുന്നതിന് മുന്നേ നീ ഫുള്ള് വിരിയണേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.